കണ്ണൂർ പയ്യന്നൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇന്ന് BLOമാരുടെ പ്രതിഷേധം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളുടെ നേതൃത്വത്തിലാണ് ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുക. അതേസമയം അനീഷിന് SIR ജോലികളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമുണ്ടായിട്ടില്ല എന്ന് കണ്ണൂർ ജില്ലാ കളക്ടറുടെ വിശദീകരണം. അനീഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് റഹീസ് ചേരുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയ പ്രതിഷേധത്തിനാണ് കണ്ണൂരിൽ കളമൊരുങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുക. അതേസമയം അനീഷിന്റെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മോർണിംഗ് പ്രവിത. എന്തായാലും ഇന്ന് BLOമാരുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇന്ന് വിവിധ കളക്ടറേറ്റുകളിലേക്കും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്കുമൊക്കെ BLOമാരുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ BLOമാരുടെ സംയുക്ത സമിതി നടത്തുന്ന ഈ ജോലി ബഹിഷ്കരണമാണ്. അവർ ഇന്ന് SIRമായി ബന്ധപ്പെട്ടുള്ള ജോലികളിൽ ഏർപ്പെടില്ല. അവർ അത് പ്രതിഷേധ സൂചകമായി അത്തരത്തിൽ ഇന്ന് SIRമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ NGO അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ചൊക്കെ സംഘടിപ്പിക്കുന്നത്. അവർ കളക്ടറേറ്റുകളിലേക്കും ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഈ BLOമാരുമായി ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ 10-14 ദിവസമായി നേരിടുന്ന ജോലി സമ്മർദ്ദം അത് വളരെ വലുതാണ്. അപ്പോൾ അതിൽ വലംനൊന്താണ് ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം കൂടിയിട്ടാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബമടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ അതിലൊരു വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ BLOമാരുടെ കൂട്ടായ്മ ചില നീക്കങ്ങൾക്കൊക്കെയും തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അത് ചീഫ് ഇലക്ടറൽ കമ്മീഷണർക്കൊരു കത്തയക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്തായാലും അത് ഒരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത് ഏറ്റവും പ്രധാനം ഈ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു വാദമാണ്. ആ വാദത്തിൽ എത്രത്തോളം അവർ ഉറച്ചു നിൽക്കും എന്നുള്ളതും പ്രധാനമാണ്. അതായത് CPM നേതൃത്വം അവരുടെ പല നേതാക്കളും ഈ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് BLAയുമായി ചേർന്നുകൊണ്ട് BLO പ്രവർത്തിക്കരുത്, അവർ വീടുകൾ കയറരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഓഡിയോ ദൃശ്യങ്ങളൊക്കെ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം ആരോപിച്ചിരുന്നു. അത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് അത് പുറത്തേക്ക് വിടും എന്നുള്ളതും പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും അത് പുറത്തു വിട്ടിട്ടില്ല. അവർ അക്കാര്യത്തിൽ പിന്നീട് മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രിയുമൊക്കെ DCC നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പിന്നീട് അക്കാര്യത്തിൽ മൗനം പാലിക്കുകയും സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് DCCയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നുണ്ട്. അനീഷ് ജോർജിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുകയും ചെയ്യും. വൈകിട്ടോടുകൂടി സംസ്കാരം ഉണ്ടാകും എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. കൃത്യമായിട്ടുള്ള സമയം കുടുംബം ഇനിയും അറിയിക്കേണ്ടതായിട്ടുണ്ട്. വൈകിട്ട് സംസ്കാരം ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലും അവർ നൽകുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിന് സംസ്ഥാനം ഒട്ടാകെ തയ്യാറെടുക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം, അതായത് കോൺഗ്രസും CPMും അടക്കമുള്ളവർ ഈ SIRനെതിരെ വലിയ തോതിൽ രംഗത്തെത്തിയിരിക്കുന്നു. തിരക്ക് പിടിച്ചിട്ടുള്ള SIRന്റെ നീക്കം അത് പൂർത്തീകരിക്കാനുള്ള ഈ ഇലക്ഷൻ കമ്മീഷന്റെ വ്യഗ്രത അത് താഴെത്തട്ടിലേക്കുള്ള ഉദ്യോഗസ്ഥരിലേക്ക് ഇത് കൈമാറുമ്പോൾ, അത്തരത്തിലൊരു ആശയം അവർക്ക് കൈമാറുമ്പോൾ അതൊക്കെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെയും ഉണ്ടാകും. എന്തായാലും അനീഷിന്റെ ഈ ആത്മഹത്യ വളരെ ദൗർഭാഗ്യകരമാണെന്നും എന്നാൽ അദ്ദേഹത്തിന് ജോലിപരമായ സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കളക്ടർ വിശദീകരിക്കുന്നത്. ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടിലും അത്തരത്തിലുള്ള പരാമർശമാകും ഉണ്ടാവുക. അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ജില്ലാ ഇലക്ഷൻ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും നൽകിയിട്ടില്ല എന്നതടക്കമുള്ള വിശദീകരണങ്ങളാണ് നിലവിൽ കളക്ടർ നൽകുന്നത്. എന്തായാലും ഇന്ന് വിഷയം കൂടുതൽ ചൂടുപിടിക്കുക കൂടി ചെയ്യും പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.